പെട്ടെന്ന് നിൽക്കാനുള്ള മെയിൻ റീസൺ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു? ശരി, പ്രഗ്നന്റ് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിരുന്നേ, പക്ഷെ ഞാനാണോ എന്ന് എനിക്കൊരു ഉറപ്പില്ല. അവൾക്ക് ഒരാളെ ഒതുങ്ങാൻ അവൾക്ക് പറ്റത്തില്ല. കാര്യം എന്താ, ആക്ച്വലി ബൈപോളർ ഉണ്ട്. 2020 ഇവള് ട്രീറ്റ്മെന്റ് എടുത്താ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ 2 വർഷം തുടർച്ചയായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇതായിരുന്നു. ഇപ്പോൾ അതിന് മെഡിസിൻ ഉണ്ട്, പക്ഷെ അവൾ കഴിക്കത്തില്ല. കോലഞ്ചേരി ഹോസ്പിറ്റലിലോട്ടുണ്ടല്ലോ, ഇതാണ് കോലഞ്ചേരി ഹോസ്പിറ്റല്. ഇതിലോട്ട് ഞാൻ ഇപ്പോൾ വിളിക്കാൻ പോവാണ്. അവിടെ തന്നെ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. വീണ്ടും നമ്മൾ പെന്നും പേപ്പറും ബുക്കും എല്ലാം കൂടി എടുത്തിട്ട് വല്ല അത്രയൊന്നുമില്ലെങ്കിൽ ഏകദേശം SSLC +2 പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, യെസ്, ആവറേജ് ഒരു 3 മുതൽ 4 ലക്ഷം പേര് വരെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് കണ്ട് അവരുടെ ബോറടി മാറ്റിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമായിട്ടുള്ള എന്താ ഒരവസ്ഥ അല്ലേ. നമ്മുടെ ജീവിതം മറ്റുള്ളവൻ്റെ ബോറടി മാറ്റാൻ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ അധപ്പതിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ ബോറടി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിട്ടുള്ള ഫസ്മിന സാക്കിർ, ലല്ലു, ഷംസല്ല, സഫ, മെഹനാസ്, പിന്നെ ഏതോരുത്തൻ ഊബർ ഡ്രൈവർ നാജി, ഇവരുടെ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ഇന്നലെ രാത്രി ഈ ഫസ്മിനേൻ്റെ വീഡിയോ വന്ന സമയത്ത് ഞാനത് റിയാക്ട് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഉടനെ കണ്ടത്, ഉടനെ നമ്മുടെ ഫീഡിലേക്ക് ഓടിയെത്തുന്നു. അതാ ഒരുപാട് പേർ കാത്തിരുന്ന ആ മഹാപ്രതിഭാസം ആയിട്ടുള്ള ലല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മായാവി ഇന്നലെ രംഗപ്രവേശനം ചെയ്തു എന്നുള്ളത് ഞാൻ പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ, ടോക്ക് വിത്ത് ചിത്ര അങ്ങനത്തെ ഒരു പരിപാടിയിൽ, പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ, അതിൻ്റെ ഒരു ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ആ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. യെസ്, എന്തൊക്കെയാണ് അവന് പറയാനുള്ളത് എന്ന് പറഞ്ഞ സമയത്ത് അവൻ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി. തുടക്കം കുറച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് കീ വെളിപ്പെടുത്തലുകൾ, അതായത് ഇന്നലെ ഫസ്മീന വന്നിട്ട് മറ്റേ നാജി എന്ന് പറഞ്ഞിട്ടുള്ള ചെക്കനെ കൊണ്ട് അവൻ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരുവിധമൊക്കെ അവന് എന്താണോ എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് അതിൻ്റെ തെളിവ് മുഴുവനും ഫസ്മീന നിരത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല ലല്ലുംബിക്ക് പറയാനുള്ളത്. ലല്ലു വന്നിട്ട് അവൻ്റെ കുറേ പരിപാടികൾ പറയുമ്പോൾ വളരെ മുഖ്യമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ, ആരോപണം ഈ ഫസ്മീനയ്ക്കെതിരെ വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ഒന്ന്, ഫസ്മീനയ്ക്ക് ബൈപോളാർ ഡിസോർഡറാണ്, കടുത്ത മാനസിക രോഗമുള്ള ഒരു ടൈപ്പ്. അതിന് 2 വർഷത്തോളം ചികിത്സ തേടിയിട്ടുണ്ട്, ഇപ്പോഴും ചികിത്സ കണ്ടിന്യൂ ചെയ്യുന്നു. രണ്ടാമത്തത്, നിക്കാഹ് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇവള് പ്രഗ്നൻ്റായി. അതെൻ്റെ കുഞ്ഞാണോ എന്ന് വരെ എനിക്ക് ഉറപ്പില്ല. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെ ഒരു പുരുഷൻ നടത്താവുന്ന രീതിയിലുള്ള ഏറ്റവും വലിയൊരു ആരോപണം. എന്താ സത്യാവസ്ഥ നമുക്കറിയില്ല. ഇവൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒന്ന്. മൂന്നാമത്തത്, ഫെയിം ഹംഗ്രി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള റീച്ചിനും ലൈക്കിനും ഹംഗ്രി ആയിട്ട് നമ്മൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂവിയിൽ കണ്ടിട്ടുള്ള ആ ഒരു ക്യാരക്ടർ പോലെ ഒരു വ്യക്തിയാണ് ഫസ്മിന സാക്കിർ. ആ ഫസ്മീനെ കൊണ്ട് സോഷ്യൽ മീഡിയയിലിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായം കൊണ്ട് പൊറുതി മുട്ടിയിട്ടാണ് ഈ ചങ്ങായി അങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒഴിഞ്ഞു പോട്ടെ എന്ന് ചിന്തിച്ച് 4 പെണ്ണുങ്ങൾക്ക് മെസ്സേജെങ്കിലും അയച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാൻ മനഃപൂർവ്വമാണ് മറ്റേ സ്ത്രീയുമായിട്ട് ഇങ്ങനെ ഉണ്ടായി എന്നുള്ള സ്റ്റോറി ഇടുന്നത് എന്നൊക്കെ ഇവൻ വന്നിരുന്നിട്ട് വിളമ്പുന്നു. ആ വിളമ്പൽ ഞാൻ കണ്ടു, നിങ്ങളെയും കാണിക്കും. നിങ്ങൾ കാണാണ്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തേക്ക് കിടക്കാം. പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇറാൻ യുദ്ധം, ഗ്യാസ് സിലിണ്ടറിൻ്റെ അവൈലബിലിറ്റി, അല്ലെങ്കിൽ പെട്രോൾ ക്ഷാമം, വിലക്കയറ്റം, ഇൻഫ്ലേഷൻ, അതിദാരിദ്ര്യം, കുഞ്ഞുങ്ങൾ മരിക്കുന്നു, ഇറാൻ, അമേരിക്ക, ഇതൊന്നും നമുക്ക് വിഷയമല്ല. നമുക്ക് വിഷയം മറ്റേ യൂണിവേഴ്സാണ്. സഫ, ലല്ലു, മെഹനാസ് ആൻഡ് ഫസ്മിന യൂണിവേഴ്സ്. നോക്കാം. കൂടെ നടക്കുന്ന ഒരാളാണ്. ഞങ്ങൾ എന്തായാലും ഒരുമിച്ചാണ് താമസിക്കുന്നത് കുറേ കാലമായിട്ട്. അപ്പോൾ ഇവരെ ലക്ഷ്യം ഇവനല്ലായിരുന്നു. ഇവനെ കിഡ്നാപ്പ് ചെയ്തിട്ട് എന്നിലോട്ട് എത്തുക, അതായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് ആലുവ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് മൈ ഗോഡ് കിഡ്നാപ്പ്. റാംജി റാവു സ്പീക്കിങ്ങിലാണ് ഞാൻ എൻ്റെ
കുട്ടിക്കാലത്ത് ഇതുപോലത്തെ കിഡ്നാപ്പിംഗ് ഒക്കെ കേട്ടിട്ടുള്ളത്. കിഡ്നാപ്പ്, ഒരു ഫ്ലോറിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് മറ്റു ഫ്ലോറിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് ചില ആവശ്യങ്ങൾ, ലല്ലുവിനെ പിടിക്കുവാൻ വേണ്ടി അവൻ്റെ കുട്ടിയേറ്റാണോ നാജി, അത് മക്കളൊക്കെയാണ് ഹൈജാക്ക് ചെയ്തിട്ട് തണ്ടാരും തള്ളാരും പിടിപ്പിക്കൽ കേട്ടോ. അങ്ങനെ ആ ഊബർ ഡ്രൈവറെ, സന്തത സഹചാരിയായിട്ടുള്ള ആ ഊബർ ഡ്രൈവറെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഇവനിലേക്ക് എത്തുവാൻ കുപ്രസിദ്ധ ഗുണ്ടകൾ എന്ന് ബിഗ് TV അടക്കം അവകാശപ്പെട്ടിട്ടുള്ള ഫസ്മിനയും സംഘവും ശ്രീ രാജരാജേശ്വരി ഗുണ്ട സംഘം എന്നൊക്കെ പറഞ്ഞാൽ ശ്രീ ഫസ്മിന സാക്കിർ മെഹനാസ് ഗുണ്ട സംഘം ഇതിലേക്ക് എത്തുവാൻ മറ്റവനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. കഥ അറിയാതെ ആട്ടം കാണുക വെച്ചാൽ നിങ്ങൾ പോയിക്കോളൂട്ടോ. അപ്പം തന്നെ ഇതിൽ വലിയ കഥയൊന്നുമില്ല, പക്ഷെ എന്നാലും ഇത് ഏകദേശം ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഞാൻ മനസ്സിലാക്കി തരാം. എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ ഒരുവിധം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയതിനെ നോക്കാം. നമുക്ക് സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ കൂട്ടിയിട്ടാണ് ഞാൻ ഇവരെ അടുത്തോട്ട് പോണത്. അന്ന് പോലീസിനായിട്ട് പോയ ടൈമിൽ ഇവൻ്റെ കാലും കൈയൊക്കെ അടിച്ചിട്ട് ആകെ പരിക്കേൽപ്പിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റേഷൻ ഹോസ്പിറ്റലിൽ പോയി. ഇന്നലെ രാത്രി അങ്ങനെയല്ല നമ്മൾ കേട്ടിട്ടുള്ളത്. ഫസ്മിനയുടെ വീഡിയോയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി, അവിടെ നേരെ വേറൊരു ഹോസ്പിറ്റലുണ്ട്, ഞാൻ നെയിം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവിടെ പോയിട്ട് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് FIR ചെയ്ത് ഈ വിഷയത്തിന് പുറത്ത്. എന്താ ആൾക്ക് പേരറിയാത്ത, ആസ്പത്രിയിൽ ഏതാ പോയി എന്നുള്ള പേരറിയില്ല, എന്താ ചെക്കാർക്ക് അറിയാത്ത? ഓക്കെ, എന്തുകൊണ്ടാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. 99.something സബ്സ്ക്രൈബേഴ്സ് ആണ്. എന്തുകൊണ്ട് ഫസ്മിന സാക്കിർ ഇത്രയധികം വീഡിയോസ് ഇടുന്നു? അതിനുള്ളൊരു എക്സ്പ്ലനേഷനാണ്. നിക്കാഹ് ചെയ്തിട്ടുള്ള സ്വന്തം ഭർത്താവായിരുന്ന കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുള്ളൂ എന്ന് മലയാളം പഴഞ്ചൊല്ല കേട്ടോ, അത് വേറെ. ഇവൻ്റെ എക്സ്പ്ലനേഷൻ ആട്ടോ എന്തുകൊണ്ടാണ് ഫസ്മിന ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ. പക്ഷേ കാര്യം എന്തൊക്കെയാണെങ്കിലും 4-5 ലക്ഷം ആൾക്കാരെ എന്നും പിടിച്ചിരുത്താനുള്ള കഴിവ് ഫസ്മിനയ്ക്കുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ സ്വന്തം ജീവിതം വിളമ്പിയിട്ടാണെന്നുണ്ടെങ്കിലും 4 ആളെ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ വേണ്ടി നടക്കുന്ന ഫസ്മിന, അതിനുള്ള ഇവൻ്റെ എക്സ്പ്ലനേഷൻ ആട്ടോ. ഞാൻ കേൾക്കുമ്പോഴേക്ക് 89.something സബ്സ്ക്രൈബേഴ്സ് ആണ്. ഞാൻ അന്ന് റിലേഷനിലായ ടൈമിൽ ഇവിടെ ഇന്നെ പക്ക ലോക്കാക്കിയ വേറെ കാര്യം. അന്ന് റിലേഷനിലായ ടൈമിൽ അവളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് യൂട്യൂബ് റീൽസ് കാര്യങ്ങൾ എടുക്കാൻ എന്തിനും താല്പര്യമില്ല. അപ്പോൾ അവൾക്ക് നമുക്ക് രണ്ടുപേർക്കും ജീവിക്കേണ്ട, വരുമാനം വേണ്ട എന്നിട്ടാണ് ഇങ്ങനെ പുഷ് ചെയ്യും. അങ്ങനെ നിന്ന് കൊടുക്കണം. ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വില്ലിങ് ആവണാണ്. അവളെ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ വില്ലിങ് ആവണം. അങ്ങനെ എടാ മോനെ, നിൻ്റെ ജീവിതം ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേര് പ്രിൻസ് ആൻഡ് ഫാമിലി. ആക്ടർ ദിലീപ് നായകനായി, പിന്നെ മറ്റേ ആ പെണ്ണ് നായികയായിട്ടുള്ള സിനിമ. ഏകദേശം ഞങ്ങൾ നിക്കാഹ് കഴിയുന്ന ടൈമിൽ ഈ 80 സംതിങ് ഉള്ള സബ്സ്ക്രൈബേഴ്സ് നേരെ എന്ത് ചെയ്ത് 90 ഇപ്പം എന്നെ കുറിച്ച് വീഡിയോ ഇട്ടപ്പോൾ 100 ഇനി ഇങ്ങനെ ഇവിടെ എന്നെ കുറിച്ച് ടോപ്പിക് ആ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ എൻ്റെ ടോപ്പിക്ക് വരുന്ന ടൈം മാത്രം ഫുള്ള് വ്യൂസ്, ലൈക്ക് നല്ല ഓഡിയൻസ്, നല്ല കമന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവൾക്ക് ഫുള്ള് സപ്പോർട്ടായിട്ട് അവൾ നെഗറ്റീവ് ഇമേജ് മൊത്തം പോയി. ഞാൻ അവളെ ലൈഫിലോട്ട് വന്നതിൻ്റെ ശേഷമാണ് അവൾ നെഗറ്റീവ് ഫസ്റ്റ് പോയത്. അതിന് മുൻപ് അവൾക്ക് ഫുള്ള് നെഗറ്റീവായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും, മറ്റേ തൊപ്പിയായിട്ടുള്ള, അവൻ്റെ പേരൊന്നും ഇതിൽ വലിച്ചിട്ടുണ്ട് കാര്യമില്ല. പിന്നെ നല്ല മറ്റേ രാത്രി തന്നെ വെറുത്ത് തിന്നും, പൊരിച്ചടിക്കും. അയ്യോ, പക്ഷെ ഞാൻ പറയാം, അവനായിട്ട് റിലേഷൻ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഒരുപാട് നെഗറ്റീവായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് അവളെ തലയിൽ തട്ടടലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നെഗറ്റീവ് എന്നൊരു പോസിറ്റീവിലോട്ട് ഞാനെ കൊണ്ടുവന്നിരിക്കണേ. അവൻ്റെ കുട്ട, അപ്പം നീയാണോ അവളെ നന്നാക്കി നേർവഴിക്ക് കൊണ്ട് നടത്തിയത്? ഞങ്ങൾ ആരും അറിഞ്ഞില്ല മോനെ. ഞങ്ങളുടെ വിചാരം നീയാണോ അവളെ നാശാക്കിയെന്നാണ്. അങ്ങനെയാണ് ഇന്ന് നിന്നെക്കുറിച്ചുള്ള ഇമേജ്. എവിടെയായിരുന്നു ഇത്രയും കാലം? നീ കുറച്ച് മുന്നേ വന്ന് പറയണ്ടടാ കുട്ട, നീയാണോ ഇവളെ നന്നാക്കിയത്? നന്നായ കോലാണോ അപ്പോൾ അത്? അവള് വീഡിയോ എടുക്കുക, അവളെ ചാനലും കാര്യങ്ങളൊക്കെ കേൾക്കാറ്. പക്ഷെ എൻ്റെ ഒരാൾ കൂടെ ഒരു പാർട്ണർ ഉണ്ടാകുമ്പോൾ ആ പാർട്ണർ പറഞ്ഞനുസരിച്ച് കുറച്ചെങ്കിലും കേൾക്കുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓള് എൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് അവളിങ്ങനെ ഇതാക്കിയിരുന്നത്. പോസിറ്റീവിലോട്ട് കൺവേർട്ട് ആയത്. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ എൻ്റെ കുറ്റങ്ങളായി, എൻ്റെ കുറവുകളായി, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ ഫുള്ള് റീച്ചും കിട്ടി, എല്ലാം കിട്ടി. ഇപ്പോൾ വേറൊരാളെ കൂട്ടുപിടിച്ചിട്ട് എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് വീണ്ടും വരുന്നു. എന്താ ഇതിനൊക്കെ ചെയ്യാൻ എനിക്കറിയാൻ പാടില്ല. നീ ഒന്നും ചെയ്യണ്ട, എല്ലാം നമ്മൾ ചെയ്തു. നീ ഒന്നും ചെയ്യണ്ട കേട്ടോ, നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയ. ഇനി എന്ത് ചെയ്യും മല്ലയ്യാറുടെ ഫേമസ് ഡയലോഗുകൾ അവർ ഉണ്ടാക്കി വെച്ചതിനാൽ നമുക്ക് ഉപയോഗിക്കാം ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ. നീ ഒന്നും ചെയ്യണ്ട, എല്ലാം നമ്മൾ ചെയ്തു. പോട്ടെ, നിക്കാഹിലേക്ക് കിടക്കാം. ഇതൊരു ടൈം പാസ്സായിട്ട് എടുത്താൽ മതി കേട്ടോ. entertainment purpose only. This video is not for educational or purpose, this is for pure entertainment purpose എന്ന് ഞാൻ എഴുതി വെച്ചിട്ടില്ല എന്നുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും. പ്രഗ്നന്റ് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷേ ഞാനാണോന്ന് എനിക്കൊരു ഉറപ്പില്ല. അതായത് ഞങ്ങൾ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് 2 ആഴ്ച 3 ഞങ്ങൾ ഒരുമിച്ച് താമസിക്കും. 2 ആഴ്ച കഴിഞ്ഞ പാടാണ് നമ്മൾ പ്രഗ്നന്റ് എന്ന് പറഞ്ഞത്. ഒരിക്കലും പോസിബിൾ ആവാത്ത കാര്യം. എനിക്ക് അതിനെ കുറിച്ച് അന്ന് ധാരണ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും പിന്നെ അതേമാതിരി ഓരോരുത്തരുടെ പറഞ്ഞ് കേട്ടപ്പോൾ മനസ്സിലായി
എടാ ചെക്ക വല്ലാത്തൊരു ആരോപണമാണ് ഈ ഒരു പെണ്ണിനെതിരെ പറയുന്നത് കേട്ടോ. ഒന്നത്. രണ്ടാമത്തെ കേസും അനക്ക് അന്ന് താരണ്ടായത് എന്നെ 8-ാം വയസ്സിലാടാ കല്യാണം കഴിപ്പിച്ച് നിക്കായിപ്പിച്ച് 10, 21, 24 ഇവനെത്ര 10-24 വയസ്സുണ്ടാവും തോന്നുന്നു. ആ പ്രായത്തിൽ അവൻ അറിയില്ലടാ. മോനെ അറിയില്ല. തിലകൻ ചിരി സിനിമയിൽ ചോദിക്കില്ലേ ഇതെങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലേ ചേച്ചി? എനിക്കറിയില്ലല്ലേ. അന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ആരെ പറഞ്ഞു ഇന്നിപ്പോൾ ആരൊക്കെ പറഞ്ഞെടുത്തു ഇത്രേ. എടാ കുട്ടിയെ കേൾക്കാൻ രസമുണ്ട്. പറയും ഇങ്ങനെയൊക്കെയാണ്. കാരണം നമ്മൾ റിലേഷൻ നമ്മൾ ഒരാളുടെ ഫിസിക്കലായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഒരു 1 month 2 months കഴിഞ്ഞാലല്ലേ ഇത് വരത്തുള്ളൂ അല്ലേ? എന്ത് വരിക? പോട്ടെ പറയും. ഇത് ഒരു 2 week കഴിഞ്ഞ പാട് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോൾ ഞാൻ അന്ന് പേടിച്ചിട്ട് മൊത്തം വിശ്വസിച്ചു. പിന്നെ അവൾ ഓൾറെഡി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് കല്യാണം നിക്കായി കാര്യങ്ങളായി. വീട്ടുകാരോടൊപ്പം എൻ്റെ എല്ലാം തന്നെ തീർത്ത് പറയുന്നുണ്ട് അല്ലേ? പറഞ്ഞില്ലേ ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞില്ല വീട്ടുകാരോടോ? 2 ആഴ്ച ആയിട്ടുള്ള കല്യാണം, 2 ആഴ്ച ആയിട്ടുള്ള റിലേഷൻ തുടങ്ങിയിട്ടെന്നുള്ളത് പറഞ്ഞില്ല. വളരെ കൃത്യമായ ചോദ്യങ്ങളാണ് ആങ്കർ ചോദിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഏകദേശം ഇവനെ കൈ കിട്ടിയിട്ട് ഇവനെ അങ്ങനെ ദേഷ്യം മനസ്സിലുണ്ട് തോന്നുന്നുണ്ട്. ആ ഒരു ബോഡി ലാംഗ്വേജാണ് ഈ ഒരു ആങ്കറുടെ ഭാഗത്തു നിന്ന്. നമുക്കത് വിഷയമല്ല, നമുക്ക് പോവാം. എന്നോട് പറയാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല. അന്ന് ഇവളെ കൂടെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് കുറേ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കംപ്ലീറ്റ്ലി പോയി. സ്വന്തം ഭാര്യ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നത് അവനാൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ വീട്ടുകാരോട് പറയാനോ നാട്ടുകാരോട് പറയാനോ തീരുമാനം എടുക്കാനോ അതിനുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും. പിന്നെ എന്തൊരു തേങ്ങക്കട ആണാർ നടക്കണേ, ഒരു ഭർത്താവ് നടക്കണേ, ഏതറവൻ കേൾക്കാം. അങ്ങനെ ഇവളെ ഉമ്മ എന്നോട് ഇവളെ ഉമ്മ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കാലിക്കറ്റ് ഹോസ്പിറ്റലിൽ അബോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടുക്കത്തില്ല, ഞാൻ ഇതിന് സൈൻ ചെയ്യാനോ ഒന്നിന് ഞാൻ നിൽക്കത്തില്ല, ഞാൻ വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് അവളെ കൂടെ പോയി. എന്നിട്ട് കാലിക്കറ്റിൽ നിന്ന് വീണ്ടും പ്രശ്നം ഉണ്ടായിട്ട് അവൾ പോലീസിനെ വിളിച്ചെടുത്തി. കാലിക്കറ്റ് ഒരു ലോഡ്ജിലോട്ട് പോലീസിനെ വിളിച്ചെടുത്ത്. ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിനെ വിളിച്ചെടുത്ത് ഇവന്നെ മർദ്ദിക്കേണ്ടതുണ്ട്. എൻ്റെ ലാസ്റ്റ് പോലീസിൽ വന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു കേസില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം അവളെ കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് ഇവളെന്നെ പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഞാൻ അബോർഷനാക്കി. എനിക്ക് അബോർഷൻ എൻ്റെ കുട്ടിയാണ്, എനിക്ക് കളയാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അവളെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവൾക്ക് ഒരേ നിർബന്ധമായിരുന്നു കളയണമെന്ന്. അപ്പം തന്നെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചായിരുന്നു എൻ്റെ ഫോണിൽ അതിനെ കുറിച്ചിട്ട്. പിന്നെ അവളെന്നെ മൊത്തത്തിൽ ഡിലീറ്റ് ആക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് അടിപൊളി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ അവളെന്നെ ഡിലീറ്റ് ആക്കി അല്ലേ? ഇനി വിവാഹം കഴിഞ്ഞതിന് ശേഷം നോക്കാം. നല്ലപോലെ പോയിക്കോട്ടെ. ഞാൻ പിന്നെ നിൽക്കാൻ കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് അവരുടെ കൂടെ എൻ്റെ പാർട്ണറല്ലേ എന്ന് വിചാരിച്ച് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ വീട്ടിലോട്ട് സംശയമൊക്കെ ഉണ്ട്. എൻ്റെ കുട്ടിയല്ല എന്നുള്ള കാര്യം എനിക്ക് സംശയം ഉണ്ടായിട്ടും ഇതിനൊക്കെ കഴിഞ്ഞിട്ടും പിന്നെയും അവരോട് ജോയിൻ്റ് ആയിട്ട് നല്ല രീതിയിൽ പോയി. വലിയ പെരുത്ത മനസ്സെന്നെ പറയാണ്ടത് കേട്ടോ. ഇത്രയും വലിയ മനസ്സിന് ഉടമയാണ് ഇജ്ജി എന്നുള്ള കാര്യം നമ്മൾ ആരും അറിഞ്ഞില്ല. വന്നു അവിടെ 2 മാസത്തോളം എൻ്റെ വീട്ടിൽ 2-3 മാസത്തോളം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അവള് ഇതേമാതിരി രാത്രി 1 മണി 2 മണിക്കോളം ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് പോകണമെന്നുണ്ട് വാശി പിടിച്ചിട്ട് അവിടെ വീട്ടിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഏതോ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു പറഞ്ഞിട്ട് വെറുതെ ഫസ്റ്റിൻ്റെ ഉമ്മാനായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഞാൻ ഏതോ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ഉപ്പാനോട് അങ്ങനെ പോയി പറഞ്ഞിട്ട് അത് പ്രശ്നം ഉണ്ടാക്കി. ഓൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും. അപ്പോൾ രാത്രി 1 മണി 2 മണിക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയും അത് മലപ്പുറം ആ ഭാഗത്തു നിന്നൊരു കുട്ടി ഇറങ്ങി പോകുമ്പോൾ എടാ ഈ മലപ്പുറത്തിന് വെറുതെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അത് പോട്ടെ, പറഞ്ഞോ സാരില്ല. അത് ഒറ്റയ്ക്ക് ഇറങ്ങി പോകുമ്പോൾ എന്ത് കാരണം ആരെങ്കിലും വീട്ടിൽ നിന്ന് വിടുമോ? അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞു ഒന്നില്ലാന്നെ ഞാൻ കൊണ്ടാക്കി തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മനെ ഡയറക്റ്റ്ലി വന്നിട്ട് കൊണ്ടാക്കി തരാം. അനിയനുണ്ട്, ഉമ്മയും അനിയനും കൊണ്ടാക്കി തരാം, അല്ലാതെ ഒറ്റയ്ക്ക് എന്നെ വിടാൻ പറ്റത്തില്ല. നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയി എൻ്റെ വീട്ടിലേക്കല്ല അതിൻ്റെ ഇത് വരിക. അപ്പോൾ ഓളെ വീട്ടിൽ കോൺടാക്ട് ചെയ്ത് ഓളെ വീട്ടിലും പറഞ്ഞു നാളെ അവളെ ആക്കി തരുന്നു. പക്ഷെ ഓള് കേട്ടില്ല. ഓള് വിടാത്തതുകൊണ്ട് ഓളെ വീട്ടിൽ നിന്ന് ഓൾറെഡി പറഞ്ഞു വിടണ്ടാന്ന്. ഞങ്ങൾ ഒന്നില്ലാന്ന് നിങ്ങൾ ആക്കി തരാം, ഒറ്റയ്ക്ക് വിടണ്ട പറഞ്ഞു. അങ്ങനെ ഇവിടെ നേരം ചെയ്തു. എൻ്റെ വീട്ടുകാരെ വാക്കും കിട്ടില്ല, അവളെ വീട്ടുകാരെ വാക്കും കിട്ടില്ല. നേരെ സ്റ്റേഷനിൽ മറ്റേ 100-ൽ വിളിച്ചിട്ട് പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ഭർത്താവിൻ്റെ വീട്ടു തടങ്കലിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇക്കാലം വരായിട്ട് എൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം, എൻ്റെ വീട്ടിൽ ഇക്കാലം വരായിട്ട് ഒരു പോലീസോ ഒരു കേസോ ഇതായിട്ട് എൻ്റെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. ഒരു കേസ്, ഒരു പെറ്റി കേസ് പോലും ഇവളെ പരിചയപ്പെടുന്ന ടൈമിൽ ആർക്കും വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇവളെ പരിചയപ്പെടുന്ന ടൈമിൽ എനിക്കൊരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. ഭാഗ്യല്ലടാ വെച്ചടി കേട്ടലടക്ക്. കല്യാണം കഴിഞ്ഞാൽ ഇതിന് ശേഷം കല്യാണത്തിന് ശേഷം ഇത്ര അധികം വെച്ചടി കയറ്റം വേറെ മനുഷ്യനുണ്ടാവാണ്ടോ? ഗുഡ്, വെരി ഗുഡ്. എന്ന് പരിചയപ്പെട്ട് അന്ന് മുതൽ ഇവളെ ഓരോ കേസ് കെട്ടായി എൻ്റെ തലയിൽ. അങ്ങനെ ഇതും പാടി എനിക്ക് താങ്ങാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു ഉമ്മ ഓൾ പോവാണേ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾക്ക് ഡോറാണ് തുറന്നു കൊടുത്ത ടൈമിൽ ഒരു വണ്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കണം വീടിൻ്റെ ഗേറ്റിൽ. അപ്പോൾ ഇവൾ മുൻപ് എപ്പോഴോ പ്ലാൻ ചെയ്താണ് എറണാകുളത്ത് നിന്ന് പിന്നെ മലപ്പുറത്തോട്ട് വരാൻ എത്ര ടൈം പിടിക്കും. ഇനി അവളിനോട് പറഞ്ഞാൽ എറണാകുളത്തോട്ട് എല്ലാം വയ്ക്കണം, നിലമ്പൂർക്ക് വയ്ക്കണമായിരുന്നു. ഇനിയിപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഇപ്പോൾ മലപ്പുറം വളാഞ്ചേരി ടൗണിലോട്ട് വരാൻ എത്ര ടൈം പിടിക്കും? 2 മണിക്കൂർ ചുരുങ്ങി പിടിക്കും. അപ്പോൾ ഇവൾ മുൻപേ പ്ലാൻ ചെയ്ത് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച്
ഇവിടെ ഇറങ്ങണ വണ്ടി കയറി പോകണം. പിന്നെ ഒരാഴ്ചയായിട്ട് ഓളോളോ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞ ഒരാളാണ് പറയുന്നത് കേട്ടോ. ഒരാഴ്ചയായിട്ട് ഓളെ വീട്ടിലും ഇല്ല, എനിക്ക് എവിടെയെന്ന് അറിയത്തില്ല. കാരണം ഒരാഴ്ചയായിട്ട് ഇവിടെ ഓളെ വീട്ടിലുള്ള ഇവിടെ എവിടെയെന്ന് അറിയില്ല. ഞാൻ നിൽക്കാൻ കഴിച്ചൊരു കുട്ടി എവിടെയെന്ന് അറിയാതെ ഞാൻ എന്താ ആറ് കൂടിയൊന്നും എനിക്കറിയത്തില്ല. ഫോൺ ചെയ്തിട്ട് ഒരു റെസ്പോണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അന്നെ സമ്മതിക്കണോ ജി എങ്ങനെ അതിജീവിച്ചു? കൊറോണയൊക്കെ നമ്മൾ അതിജീവിച്ചില്ലല്ലേ, പ്രളയം, അതേമാതിരി ഇതും അതിജീവിക്കും അല്ലേ? ഭയങ്കര. ഞാൻ സ്റ്റേഷനിൽ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട്, മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോയ ടൈമിൽ ഇവൾക്ക് വിളിച്ചു. അപ്പോൾ ഇവിടെ എന്നോട് എനിക്ക് എന്നെ പോലത്തെ ഒരാളെ വേണ്ട, എനിക്കിങ്ങനെ വീട്ടിൽ ഒതുങ്ങി കൂടെ നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് ആളല്ലേ ഞാൻ, നമുക്ക് എറണാകുളത്തോട് ഷിഫ്റ്റ് ആവാം. അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഫാമിലിനെ വിട്ടിട്ട് നിൻ്റെ കൂടെ എറണാകുളത്ത് വന്ന് നിൽക്കണം, നിന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് നല്ലപോലെ ഇവിടെ നിൽക്കാൻ പറ്റും, ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ നല്ലപോലെ നിന്റെ വീട്ടിൽ നമുക്ക് പോയി നിൽക്കണം, നീ അവിടെ നിൽക്കാം. അല്ല എറണാകുളം ലൈഫായിട്ട് അങ്ങനെ ഈ പണ്ടത്തെ രൂപത്തിൽ ഓരോന്ന് ഉപയോഗിച്ച് പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെ എനിക്കെന്നാ വേണ്ട, എനിക്കിത് മുന്നോട്ട് കൊണ്ടുവന്ന് താല്പര്യമില്ല. ഞാൻ ഓക്കെ, ഞാൻ അവളെ വീട്ടിൽ വിളിച്ച കാര്യം പറഞ്ഞു. ഒരു മാസത്തോളം ഞാൻ ഇവളായിട്ടൊരു കോൺടാക്ട് ഒന്നും ഉണ്ടായില്ല. ഇവള് ഒരാഴ്ച അവളെ വീട്ടിലോട്ട് പോയിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മൊത്തത്തിൽ സ്റ്റോപ്പ് ആക്കി എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നിന്നെ. ഞങ്ങളെ ഇൻസ്റ്റയിൽ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡിവോഴ്സ് ആയിട്ട് സ്റ്റോറി ഇട്ടായിരുന്നു. എന്നിട്ട് ഇവളെ തന്നെ അത് ഡിലീറ്റ് ആക്കി വെക്കും. കാരണം ഇവള് എനിക്ക് പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ സ്റ്റോറി ഇടാം. എനിക്ക് ഇവളെ കൊണ്ട് എടങ്ങറായിട്ടൊക്കെ അറിയാൻ സ്റ്റോറി ഉണ്ട്. കാരണം ഇവള് സാധാ പെൺകുട്ടികളെ മാത്രമൊന്നുമല്ല, ഇവള് മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോരുത്തർ കയ്യിൽ ഭയങ്കര ഒരു ആയുധമായിട്ടൊന്ന്. വീട്ടിലേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ എല്ലാവരും സ്റ്റോറി ഇടുക. ഈ പുതുതലമുറയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ ഉൾക്കൊള്ളാനുണ്ട്. ഞാൻ ഇടയ്ക്ക് ഉൾക്കൊള്ളണം, ഇന്ന് പോയിട്ട് 2 സ്റ്റോറി ഇടണം. യെസ്, പ്രശ്നങ്ങൾ വന്നെങ്കിൽ നേരെ വീട്ടിൽ പ്രശ്നം വന്നാൽ അപ്പം പോയി സ്റ്റോറി ഇടാം. 2 അടിച്ചാൽ കുറച്ച് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ഇവന് സമാധാനം കിട്ടുന്നത് 2 സ്റ്റോറി കൊണ്ട് ഇടുമ്പോഴേക്ക് പോട്ടെ പറയും. നമുക്ക് നല്ല കഴിവുണ്ട്. ഞാൻ ഇവളെ ഒരു മാസത്തോളം ഒരു കോൺടാക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവളോളെ ഫ്രണ്ടിന് മുഖം നിൽക്കി നീ ഇല്ലാതെ പറ്റൂല, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിപ്പിക്കുക, ഡയലി വിളിപ്പിക്കുക. ഞാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ലാസ്റ്റ് എന്നിട്ട് പിന്നെ ഒരു തീരുമാനത്തിൽ ഞാൻ പറഞ്ഞ മാതിരി നിൽക്കുക, എൻ്റെ വീട്ടിൽ നിൽക്കുക, എറണാകുളം ലൈഫൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വായോ തന്നെ എപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പം എന്നോട് നീ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഓക്കെ, പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു നിൻ്റെ കണ്ടീഷൻ പറയാൻ, നമുക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാറ്. ഞാൻ പറഞ്ഞു ഓക്കെ. അവളെ എൻ്റെ ഉപ്പമാൻ്റെ മാതിരി ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ വീട്ടിൽ പോയി നിന്നു. അവിടെ വന്നപ്പോൾ അവളെ വീടാണ്, എനിക്ക് കിച്ചണിൽ പോയിട്ട് ഫുഡ് എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല. ഇവൾ ഫസ്റ്റ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, പല്ല് വെച്ചിട്ട് ചായ പിടിക്കുക, അല്ലെങ്കിൽ നീ ചായ പിടിച്ചിട്ട് പല്ല് വയ്ക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇത് ചെയ്യാം. അല്ല ചിലപ്പോൾ കക്കൂസവും മുട്ടുകയാണെങ്കിൽ ആദ്യം അപ്പിടാൻ പോകും, അത് വേറെ കഥ. പോട്ടെ പറയും. ഇത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ, പിന്നെയാണ് ഫുഡ്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കിച്ചണിൽ പോയിട്ട് അമ്മച്ചി കുറച്ച് ഫുഡ് എടുത്തരാൻ വരാൻ പറ്റില്ല. കാരണം എൻ്റെ വൈഫിൻ്റെ വീട്, എൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി എടുക്കും. എൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞങ്ങളിത് ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം നോക്കി കോപ്പി അടിച്ചതാണോ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് വരെ തോന്നിപ്പോവാണ്. പോട്ടെ പറയും. വൈഫിൻ്റെ വീടാണ് എനിക്ക് ആ കാര്യത്തിൽ. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ആയിട്ട് ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കണം. ഇവിടെ എന്നെ കൊണ്ട് ഓരോ വേഷ കെട്ട് ഇട്ടിരിക്കും. നിങ്ങൾ യൂട്യൂബിലെ ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, പെൺ വേഷം കാര്യങ്ങളൊക്കെ ഓരോ അവർക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ സമ്മതിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇവൾ പറഞ്ഞിട്ടാണ്. ഇവൾക്ക് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരം അല്ല വീഡിയോ എടുക്കണമെന്നല്ല കേട്ടോ. ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇവൾക്ക് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ, റീച്ച് വീഡിയോ, ഇതാണ്. ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടാവും ചങ്ങായി. പോട്ടെ അടുത്ത. അത് ഞാൻ പറഞ്ഞു, ലോക ജീവിതത്തിൽ മിസ്രിയ എന്നൊരു പെണ്ണിൻ്റെ പേര് വെക്കുന്നുണ്ട്. അതെന്താ എന്നറിയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ട്വിസ്റ്റാണ്. നിങ്ങളിതൊക്കെ നോട്ട് ചെയ്ത് എഴുതി വെക്കുന്നുണ്ടോ? ഇതിൻ്റെ പരീക്ഷ അടുത്ത മാസം 30-ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബബ്ബ അടിക്കാൻ വയ്യ. അത് ഞാൻ പറഞ്ഞു, ഓഗസ്റ്റിൽ ഞാൻ ഇവളുടെ ഓഗസ്റ്റ് അതിൻ്റെ 9 മാസം കറക്റ്റ് അറിയത്തില്ല, ഞാൻ അവളായിട്ട് മൊത്തത്തിൽ സ്റ്റോപ്പ് ആക്കിയ. എനിക്ക് നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തം സ്റ്റോപ്പ് ആക്കിയതിന് ശേഷം ഞാൻ സ്നാപ്പിൽ ഈ മിസ്രിയാണ് കുട്ടീനായിട്ട് ഇവളെ മൊത്തത്തിൽ എനിക്ക് വേണ്ടാന്ന് വെച്ചതിന് ശേഷം ഞാൻ ഈ കുട്ടീനായിട്ട് ചാറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാലിക്കറ്റ് എന്ന് പ്രാവശ്യം ഇവളെ കാണിപ്പിക്കാനായിട്ട് സ്നാപ്പ് എടുത്താണ്. അല്ല ഞാൻ ഇവിടെ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുറത്തല്ല, ഇവളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ഇൻസ്റ്റയിലും സ്റ്റോറി ഇട്ട് ഇതിലും സ്റ്റോറി ഇട്ട് അവീതുള്ള ആളെ നമ്മൾ പബ്ലിക്കിൻ്റെ മുൻപിൽ വന്നിട്ട് സ്റ്റോറി ഇട്ട് നടക്കുമോ? അത് ചെയ്യാൻ ചാൻസ് ഇല്ല. നീ ഇത്ര നിഷ്കളങ്കനായിരുന്നു, പിഞ്ചു കുഞ്ഞായിരുന്നു എന്ന് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. നീ ഒന്നൊരു പക്ഷേ ഇത്രയും കാലം വരുന്നതിന് മുന്നേ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണർന്നേനെ കേട്ടോ. ഇത് നിന്നെ തെറ്റിദ്ധരിച്ചില്ലടാ കൂട്ടാ. പറയും. ഇവളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറി ഇട്ടാണ്. കാരണം ഞാൻ ഓക്കെയാണ്, ഞാൻ മൂവ് ഓൺ ആയിക്കണ്, ഇന്നെ വിട്ടേക്ക്, ആ ഒരു മൂഡ് അവളെ മെയിനിൽ വന്നോട്ടെ വിചാരിച്ചിട്ട് ഇന്നലെ നടക്കണ്ടെന്നുള്ള ഇത് വന്നോട്ടെ വിചാരിച്ചിട്ടാണ് ആ സ്റ്റോറി ഇട്ടത്. അതിൻ്റെ ശേഷമാണ് പിന്നെ അവള് ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരുന്നത്. പിന്നെ അവൾ എൻ്റെ ഒരു ലിപ്പിന്റെ വീഡിയോ ഇട്ടായിരുന്നു, ഞാൻ ഒരു ബ്ലൂ ടീഷർട്ട്. അതിന് ആ റിലേഷന്റെ ടൈമിൽ 2025 റിലേഷന്റെ ടൈമിൽ ഇവൾക്ക് പേഴ്സണലി അയച്ചു കൊടുത്ത വീഡിയോ ആണ്
ഇവളിട്ടിട്ട് ഞാൻ വേറെ ഗേൾസിനെ അയച്ചു കൊടുത്തു, അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? സ്നാപ്പിൽ ഇതേമാതിരി ഒരുപാട് ഗേൾസിനെ അയച്ചു കൊടുക്കുന്നുണ്ട്, ഇതൊക്കെയാണ് അവന്റെ അവീതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എടുത്ത വീഡിയോ നിങ്ങൾ ക്യാമറയിൽ കാണുമെന്ന് അറിയത്തില്ല. അതൊക്കെ പോട്ടെ, നമുക്ക് അടുത്ത കാര്യമായ ടോപ്പിക്കിലേക്ക് പോവാം. എന്തെങ്കിലും ഈ ഫുട്ടേജോ എന്തെങ്കിലും എടുത്തിട്ട് അവൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വരാം. ചാറ്റുകളൊന്നും പിടിച്ചിട്ടില്ല. ചാറ്റ് ഇവളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വാട്സപ്പ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാം. എന്റെ പ്രൊഫൈൽ വെച്ച് ഈ വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഭവം എന്റെ പ്രൊഫൈൽ ബിസിനസ് വാട്സപ്പിൽ വെക്കും, അവളെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പ്രൊഫൈൽ അവളെ മെയിൻ വാട്സപ്പിൽ വെക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അവളെ ചാറ്റ് ചെയ്യും. ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിൽ ഏതെങ്കിലും ഒരു ID കാണിക്കുന്നുണ്ടോ, എന്റെ ID കാണിക്കുന്നുണ്ടോ, ഒന്നും ക്രോപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പൊ ആൾക്കാർ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വസിച്ചു പോകും. അത് ലല്ലുന്റെ ചാറ്റ് അല്ല, എന്റെ ചാറ്റ് അല്ല. ആൾക്കാർ വിശ്വസിക്കുന്നവരുണ്ടാവില്ലേ, ഓൻ്റെ ചാറ്റല്ല അത്രേ. ഇപ്പൊ ഇത്രയും കാലം ആവും പറഞ്ഞു ഞങ്ങളെ പറ്റിക്കും. ഇന്ദ്ര നമ്മൾ പറ്റിക്കപ്പെടാൻ വേണ്ടി ജനിച്ച ആൾക്കാരോ, എന്താ സ്ഥിതി? ഈ ഫസ്സിക്ക് കിട്ടുന്നത് എങ്ങനെ ഈ ചാറ്റിന്റെ ഇതൊക്കെ സ്ക്രീൻഷോട്ട് ഒക്കെ ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ടുള്ള ഇവള് ക്യാഷ് കൊടുത്തിട്ട് കുറെ ആൾക്കാരിന്ന് എന്നെ കൂടി ചാറ്റ് ചെയ്യും, എനിക്ക് മെസ്സേജ് അയപ്പിക്കും. അല്ലാതെ ഞാനിപ്പോൾ ഞാൻ ചാറ്റ് ചെയ്താണ്ട് അവൾക്ക് സ്ക്രീൻ റെക്കോർഡ് വിട്ടുകൊടുക്കില്ലല്ലോ. ആ കുട്ടികൾ നമ്മള് ഭയങ്കര മാഫിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ യൂട്യൂബർ, ഗുണ്ടാ സംഘം, തട്ടിപ്പ്, കിഡ്നാപ്പിങ്, കുറെ ആൾക്കാരെ പൈസ വെച്ചിട്ട് ചാറ്റ് ചെയ്യിപ്പിക്കുക. എടാ നമുക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ സെക്സ് മെസ്സേജ് ആരെങ്കിലും അയക്കും, അവർക്ക് ഓക്കെ അല്ലാതെ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അയക്കുള്ളൂ. എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനത്തെ അയക്കണ ഒരാളാണെന്നല്ല അതിന്റെ അർത്ഥം. ഞാൻ ഒരു മെസ്സേജ് നന്നായി നമ്മൾ അങ്ങനെ ചിന്തിച്ചോ ണ്ട് അത് ഇവളായിട്ട് നിർത്തിയതിന് ശേഷം ഒരൊറ്റ ഒരാളോട്, അത് ഇവളെ ഫ്രണ്ട് ആയിരുന്നു, ഇവളും ഓളെ ഫ്രണ്ടും പാടും പ്ലാൻ ചെയ്തിട്ട് അയപ്പിച്ചാണ്. അത് ഞാൻ അങ്ങോട്ടല്ല, അവൾ ഇങ്ങോട്ടാണ് കൂടുതൽ വന്നത്. ആ ചാറ്റ് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാം. അത് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല, പുറത്ത് വിടുന്ന ടൈമിൽ എല്ലാവരും ഒരു ടീമാണല്ലോടാ. അതിങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്ലാൻ ആണെന്ന് പറയുകയാണല്ലോ. മനസ്സിലാക്കാം. ഞാൻ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആ ഒരു സംഭവം. ഇത് ഇങ്ങോട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുള്ളൂ. ലല്ലു അങ്ങനെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് ഫസ്മിനെ ചാറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചാറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഞാൻ ഏതെങ്കിലും സ്നാപ്പ് അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ സ്നാപ്പിൽ എൻ്റെ ID ഇട്ട് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കും. ഞാൻ അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഇതിലാരെങ്കിലും ഫേസ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണം കേട്ടോ. ഇത് ടിൻഡർ ആപ്പാണ്. ഞാൻ ഇപ്പോൾ പബ്ലിക് ആയിട്ട് പറഞ്ഞ ടിൻഡർ ആപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് മാച്ചസ് വന്നിട്ടുണ്ട്, ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങോട്ട് കയറിയിട്ട് മെസ്സേജ് അയക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ചെയ്ത് തേങ്ങച്ച കാണിക്കുക. അടുത്തെന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ ഓരോ വീഡിയോസും കണ്ട് മറ്റേ ഇവ ഓരോന്ന് അടിച്ചിട്ട് പോലീസിൽ വന്നിട്ട് ഇവളെ ഫോണിൽ നിന്ന് എനിക്ക് കാണിച്ചെന്നായിരുന്നു അന്ന് സ്റ്റേഷനിൽ പോയപ്പോൾ. ഇവൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കുക. കയറിട്ട് സൂയിസൈഡിന് മതി കാടി വന്നിട്ട് ഇവിടെ വന്നിട്ട് സെഫയുടെ കയ്യിലുണ്ട്. അത് വേറൊരു ഭ്രാന്തൻ. സെഫായിട്ട് എനിക്ക് ചാറ്റ് ചെയ്തല്ലോ, എനിക്ക് എന്നെ ഫ്ലാറ്റ് ചെയ്യാൻ മെസ്സേജ് അയച്ചില്ല. അത് വെളുപ്പിക്കണം. അത് ഒരിക്കലും പുറത്തു വരരുത്. അത് സഫയോട് ഫസി പറഞ്ഞിട്ടുള്ള ചാറ്റുകളും അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ലേ? അത് എന്താ ഒരു ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. ഇവർക്ക് പുറത്തോട്ട് പോവാം. മൈനാസ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ വീഡിയോ ചെയ്തിരുന്നു മൈനാസ് ഫസ്മിന്. അപ്പൊ അവർ തമ്മിൽ ഒരുമിച്ചിരിക്കുക, അവർക്ക് പുറത്തു പോവാം, അവർക്ക് ആരും കൂടെ പോയി ചാടിക്കാം. മൈനാസ് ഫസ്മിന് ഒരുമിച്ച് നടക്കണമെന്ന് ഒരു പ്രശ്നമില്ല. അവർ തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മളിപ്പോ പുറത്തുനിന്ന് തുടങ്ങി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അത് എന്താണ് ഇത് ഒരു ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? ഇതുകൊണ്ട് അന്ന് അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അങ്ങനെ ആയിക്കോളുന്നില്ലല്ലോ, പറയുന്നതിൽ കാര്യമുണ്ട്. ഞാനും സഫി ഇപ്പൊ ഒരുമിച്ച് സ്റ്റേഷൻ അവിടെ നിന്ന് പിന്നെ കണ്ട്. അപ്പൊ ഇവർ തമ്മിൽ ബന്ധമുണ്ട്. ആ ഒരു മെയിൻ സെറ്റ് എല്ലാവരെയും എത്തിക്കും. എന്നാൽ ഇവർ തമ്മിൽ പലയിടത്തേക്ക് ഒരുമിച്ചുകൊണ്ട് എന്റെ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോയ ടൈമില് ഇവർ രണ്ടാൾ ഒരുമിച്ചുണ്ട്. അവളാണ് എന്റെ അവീതം പൊക്കാൻ വേണ്ടിയിട്ടാണ് അവർ നടക്കുന്നത്. ഏതായാലും ഇതിന്റെ ഒരു രണ്ടാം ഭാഗം വരുന്നുണ്ട്. ഇത് ആദ്യത്തെ ഭാഗമാണ് ഞാൻ റിയാക്ട് ചെയ്തത്. രണ്ടാം ഭാഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് കേട്ടോ. ഇത്രയൊക്കെ വീഡിയോ ഇട്ടിട്ട് ഓളിന്റെ കൂടെ വന്ന് നിൽക്കണം. അതായത് നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുന്ന അറിയില്ല, ഇത്രയൊക്കെ വീഡിയോ ഇട്ടിട്ടും അവൾ എൻ്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ബാംഗ്ലൂർ ആ കേസാണോ എന്ന് തോന്നുന്നുണ്ട്. വീഡിയോ ഇട്ടിട്ടും അവൾ എൻ്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. പ്രൂഫ് സഹിതം കാണിച്ചിരാലോ. ഞാൻ അതിൽ ചോദിക്കുന്നുണ്ട് കറക്റ്റ്. അവന് പറഞ്ഞു സ്ക്രിപ്റ്റ് ആയിരുന്നു ഫുൾ ആക്കിയപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹത്തെ ഡേറ്റ് കൂടെ അറിയിക്കണം കേട്ടോ, ഫ്രൈഡേ. പിന്നെ ഇവൾക്ക് ഞാൻ ബൈപ്പോളർ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഇതിറക്കി. അപ്പൊ ഇവിടെ എന്റെ മണ്ടയിലോട്ട് ഇട്ട് പോട്ടെ മതി അല്ലേ. ഏതായാലും രണ്ടാമത്തെ ഒരു എപ്പിസോഡും കൂടി വരുന്നുണ്ട്. ആ എപ്പിസോഡും കൂടി ഡെഫിനറ്റ്ലി നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഓൾ ആർ മാത്തമാറ്റിക്സ് എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. ഓൾ ആർ മാത്തമാറ്റിക്സ്. വല്ലാത്ത ജാതി കുറേ ആൾക്കാർ. പക്ഷെ ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ അല്ലേ നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റും
അവരുടെ അല്ല നമ്മളുടെ ആവശ്യം അവർക്ക് അനാവശ്യമാണ് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അവരുടെ ആവശ്യം നമുക്ക് ആവശ്യമാണ് അല്ലേ, അവരുടെ അനാവശ്യം നമുക്ക് ആവശ്യമാണ്. നോക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഇത്രയും നേരം സമയം കളഞ്ഞ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ടേക്ക് കെയർ, ബൈ.